മോഹൻലാലിൻ്റെ അമ്മ, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ലാലേട്ടൻ്റെ അമ്മ ശാന്താകുമാരി അമ്മയുടെ മൃതദേഹം കൊച്ചി എളമക്കരയിലെ വീട്ടിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി. പൂജപ്പുര മുടവുമുകളുള്ള വീട്ടിലാണ് ലാലേട്ടൻ്റെ അമ്മ അന്ത്യവിശ്രമം കൊള്ളുക. വൈകുന്നേരം 4 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. ലാലേട്ടൻ്റെ അച്ഛനും സഹോദരനും അന്ത്യവിശ്രമം കൊള്ളുന്ന ആ മണ്ണിൽ തന്നെ അന്ത്യവിശ്രമം കൊള്ളണമെന്ന അമ്മയുടെ ആഗ്രഹമാണ് ഇപ്പോൾ മകനായ ലാലേട്ടൻ പൂർത്തീകരിച്ചു കൊടുക്കുന്നത്. അമ്മയ്ക്ക് ഏറെ ഇഷ്ടമുള്ള വീടായിരുന്നു പൂജപ്പുരയിലെ ആ വീട്. കൊച്ചിയിലെ ചികിത്സാ ആവശ്യത്തിന് വേണ്ടിയാണ് കൊച്ചിയിലെ എളമക്കരയിലെ വീട്ടിൽ താമസമാക്കിയത്. എളമക്കരയിലെ വീട്ടിൽ നിന്ന് ഉച്ചയോടുകൂടിയായിരുന്നു ശാന്താകുമാരി അമ്മ മരണപ്പെട്ടത്. ഏറെ നാളായി പക്ഷാഘാതത്തെ തുടർന്ന് അമ്മ ചികിത്സയിലായിരുന്നു. ലാലേട്ടൻ തന്നെ അമ്മ ഏറെ നാളായി വർഷങ്ങളായി കിടപ്പിലാണ്, സംസാരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിരുന്നു. ഒരു വികാരനിർഭരമായ കുറിപ്പൊക്കെ മാതൃഭൂമിയിൽ എഴുതിയിരുന്നു. ഞാനും അമ്മയും ഇപ്പോൾ സംസാരിക്കുന്നത് കണ്ണുകളിലൂടെയാണ്. അമ്മയുടെ ആ ഭാഷയാണ് എനിക്കിപ്പോൾ കൂടുതൽ അറിയാവുന്നതെന്നും അമ്മയ്ക്ക് ചോറ് ഉരുളയൊക്കെ ഉരുട്ടി കൊടുക്കാറുണ്ടെന്നൊക്കെയുള്ള എല്ലാ ലാലേട്ടൻ പറഞ്ഞിരുന്നു. മാത്രമല്ല, അമ്മയെക്കുറിച്ച് എന്നും സ്നേഹം നിറച്ച കഥകൾ മാത്രമായിരുന്നു എല്ലാ വേദിയിലും ലാലേട്ടന് പറയാനുണ്ടായിരുന്നത്. അത്രത്തോളം ഒരു ഇഴയടുപ്പമായിരുന്നു ലാലേട്ടനും അമ്മയും തമ്മിലുണ്ടായിരുന്നത്. അത്രത്തോളം ആത്മബന്ധമായിരുന്നു ലാലേട്ടനും ശാന്താകുമാരി അമ്മയും തമ്മിലുണ്ടായിരുന്നത്. എല്ലാമായിരുന്നു ലാലേട്ടൻ്റെ അമ്മ. ലാലേട്ടൻ്റെ എല്ലാ സന്തോഷ നിമിഷങ്ങളിലും അമ്മ പങ്കാളിയായിരുന്നു. എപ്പോഴും അമ്മയുടെ അടുത്തായിരുന്നു. എന്നും ലാലേട്ടൻ ഓടിയെത്താറുണ്ടായിരുന്നു. അവാർഡുകളൊക്കെ ലഭിച്ചു കഴിഞ്ഞാൽ പരമോന്നത ബഹുമതിയായ ദാദർ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച സമയത്തും ലാലേട്ടൻ ആദ്യം തന്നെ ഓടിയെത്തത് അമ്മയെ കാണാനായിരുന്നു. അമ്മയുമായി അത്രയധികം ആത്മബന്ധമുണ്ടായിരുന്ന ലാലേട്ടന് എന്തൊക്കെയാലും ശാന്താകുമാരി അമ്മയ്ക്ക് നിത്യശാന്തിയായിരുന്നു.